വേദിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകൾ, തിരുവനന്തപുരം MLA ആന്റണി രാജു അവർകൾ, മറ്റു വിശിഷ്ടാതിഥികളെ ഉൾപ്പെടെ എല്ലാവരുടെയും പേര് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇത് പറയുന്നു. എൻ്റെ പേര് സാജൻ, കോട്ടയത്താണ് വീട്. എൻ്റെ മകൻ നേവിസ് 2021 സെപ്റ്റംബർ മാസം ശരീരത്തിൽ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞത് കാരണം ഒരു 8 ദിവസം ICUവിൽ കിടന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയുണ്ടായി. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനമായിരുന്നു ഈ അവയവദാനം എന്ന് പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റിയുള്ള വലിയൊരു അവയർനെസ് ഇല്ല. നമ്മളറിയുന്ന അവയവദാനം എന്ന് പറയുന്നത് കണ്ണു കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹൃദയങ്ങളും മാറ്റിവെക്കുന്നത് കണ്ടിട്ടുണ്ട്, TV-യിലൊക്കെ ഇങ്ങനെ ഹൃദയം കൊണ്ടുപോകുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അറിവേ നമുക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മകൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അന്തിമഘട്ടത്തിലോട്ട് വന്നു. കാര്യങ്ങൾ ഡോക്ടർ പ്രതീക്ഷിക്കൽ വകയില്ല എന്നുള്ളൊരു കൺഫർമേഷൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന 120 പേരുണ്ടെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. എല്ലാ ഫാമിലിക്കും ഈ തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങളെടുത്തതുപോലെ തന്നെ ഏതോ ഒരു ധൈര്യം, ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു. നമ്മൾ ആ തീരുമാനം എടുത്തു, കൊടുക്കാമെന്ന് തീരുമാനം എടുത്തു. പക്ഷേ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം 47 മാസമായി എൻ്റെ മകൻ മരിച്ചിട്ട്. പക്ഷെ ഇപ്പം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരംശം എന്ന് പറയുന്നത് ഈ 7 പേരിൽ കൂടെ എൻ്റെ മകൻ ജീവിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അവൻ്റെ കൈകൾ ഞങ്ങൾ ഇന്നും കാണുന്നുണ്ട്, തൊടുന്നുണ്ട് ഒക്കെ. അവൻ്റെ ബർത്ത്ഡേ കേക്ക് അവൻ്റെ കൈകൾ വെച്ച് തന്നെ, മറ്റു മകൻ്റെ കൈകൾ വെച്ച് ഞങ്ങൾ മുറിക്കുന്നുണ്ട്. അപ്പം ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് 7 കുടുംബങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതേപോലെ നിങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ സെയിമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ വേദിയിൽ ഒന്നിച്ചിരിക്കുന്നത്. അപ്പം മിനിസ്റ്റർ അതേപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു 1-2 ഫിഗറുകൾ പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നു. അതായത് ഇപ്പോഴത്തെ ഒരു ആവറേജ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരാളുടെ ഡൊണേഷൻ വരും. ഒരാൾ കൊടുക്കുന്ന ആവറേജ് ഒരു 3 പേർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും അല്ലേ? ആവറേജ് നമ്മളിപ്പോൾ പറഞ്ഞ 1150. അപ്പം ഇപ്പോഴത്തെ മിനിസ്റ്റർ പറഞ്ഞ ഒരു ആവറേജ് വെച്ചാണെങ്കിൽ ഒരു 3.2 ആൾക്കാർക്ക് ജീവൻ ലഭിച്ചിട്ടുണ്ട് ഒരാളിൽ നിന്ന്. ആവറേജാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതേപോലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞ് ഇത്രയും 2000 പേര് വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇനി എങ്ങനെയായാലും ഒരു 1000 പേരെങ്കിലും ഉടനെ ദാനത്തിന് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇപ്പോൾ ഉള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ജീവൻ രക്ഷിക്കാനോ ജീവൻ തുടരാനോ സാധിക്കുകയുള്ളൂ. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പം ഇതെങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര്, കേരളത്തിൽ ഒരുപാട് പേര് ഇത് പുറകോട്ട് നിൽക്കുന്നുണ്ട്. അത് അവയർനെസ് കുറവാണ്. സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മിനിസ്റ്റർ ഒരുപാട് പേഴ്സണലി ചെയ്യുന്നതായിട്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാം. ഒരുപാട് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആൾക്കാരുടെ മനസ്സിൽ ഒരു അവയവദാനം എന്ന് പറയുന്നത് കുറച്ചൊരു ചെറിയൊരു പേടിയോ അല്ലെങ്കിൽ ചെറിയൊരു വൈമുഖ്യം എന്തോ ഉണ്ട്. അത് മാറേണ്ടി വരും. അത് മാറാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിരിക്കുന്ന ഈ 120 കുടുംബങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ ഉൾപ്പെടുന്ന വ്യക്തികളുടെ റോള് ഭയങ്കര, നമ്മളുടെ ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാര്യം നമ്മുടെയാണ് ടെസ്റ്റിമോണീസ്. നമ്മൾ പറയുന്നതാണ് സാക്ഷികൾ. നമ്മൾ സാക്ഷ്യം പറയുന്നതാണ് ആൾക്കാർക്ക് പ്രചോദനമാകുന്നത്. അപ്പം ഈ ഓണർ ഞാൻ കുറച്ച് നേരത്തെ ചിന്തിച്ചു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യം എന്തോ ആണ്, ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ്. കാര്യം നഷ്ടപ്പെട്ടതൊക്കെ എനിക്കും നിങ്ങൾക്കുമാണ്. അപ്പോൾ അതിനൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റോ കിട്ടുന്നത് കൊണ്ട് എന്തുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു വേദനയുണ്ട്. ആ വേദനയ്ക്കുള്ളിലും ശരിക്കും പറഞ്ഞാൽ ഉള്ളതെന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു അംബാസഡർ ആവുകയാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ബ്രാൻഡ് അംബാസഡർ ആവുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് ഡെഫിനറ്റായിട്ട് ആൾക്കാർ കാണും, ആൾക്കാർ നമ്മുടെ അനുഭവം പറയും. ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന നല്ലൊരു അവയവദാനം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. വളരെ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് ഇത് വളരെ റെയറായിട്ട് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ സംഭവിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളുമാണ്. ഒരുപാട് പ്രശ്നത്തിലുള്ള കുടുംബങ്ങൾ എനിക്ക് തന്നെ എൻ്റെ സ്വന്തം റെസിപ്പിയൻസിനെ അറിയാം. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ട്
മണിക്കൂറുകൾക്ക് മുമ്പാണ് രക്ഷപ്പെട്ടു വന്നത്. എൻ്റെ ഡോക്ടർ അയ്യർ ഇവിടെ ഒരു കൊണ്ടുണ്ട്. സാറിൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു ബസവൻ. എൻ്റെ മകൻ്റെ രണ്ട് കൈകൾ റിസീവ് ചെയ്തത്. അപ്പോൾ 11 വർഷമായിട്ട് ബസവന 2 കൈയില്ലാതെ, അതായത് കല്യാണം കഴിഞ്ഞ് 3 ദിവസം, നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ സെൻസിറ്റീവാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോൾ ബസവനയുടെ കൈ ഒരു ആന്ധ്രയിലെ ഒരു മില്ലിൽ, റൈസ് മില്ല്, അരി ചൂടാക്കുന്ന മില്ലിൻ്റെ ബർണറിനകത്ത് വെച്ചിട്ടാണ് ഷോക്ക് ഏറ്റിട്ട് 2 കൈകളും മുട്ടുവെച്ച് ആംബ്യൂട്ട് ചെയ്തത്. അങ്ങനെ ഇരുന്ന സമയത്താണ്. എന്നിട്ട് 11 വർഷം ബസവന കൈകളില്ലാതെ ജീവിച്ചു. കല്യാണം കഴിഞ്ഞ് 3 മാസമായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്ര സെൻസിറ്റീവാണ്. ആ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പം 11 വർഷം അവർ ജീവിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നേഴ്സിൻ്റെ കൈകൾ മാച്ച് ആകുന്നതും, അയ്യർ സാർ ഞങ്ങളുമായിട്ട് സംസാരിച്ച് അത് മാച്ച് ആകുന്നതും ഒക്കെ കൈകൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് ബസവനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ, അതിനു മുമ്പും ബസവനെ കണ്ടത് ഡോക്ടർ എൻ്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് ബസവനെ ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബസവൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബസവനെ ഒരു മനുഷ്യനായിട്ട് എല്ലാവരും കാണുന്നത്. ശരിയല്ലേ മനു? കറക്റ്റ് അല്ലേ? റൈറ്റ്. അപ്പം ഓരോരുത്തരുടെ ജീവിതത്തിലെ പ്രത്യാശ ഭയങ്കരമാണ്, മനസ്സിലായി. ഈ ജീവിച്ച ആ ജീവിതത്തോടുള്ള ആ സ്നേഹം, അവരുടെ ആ ജീവിതത്തിനോടുള്ള വില, അവരുടെ കുടുംബങ്ങൾക്ക് ഉള്ള വില. നിങ്ങളെല്ലാവരും എനിക്ക് നിങ്ങളുടെ റെസിപ്പിയൻസിൻ്റെ വീടുകളിലൊക്കെ പോകാറുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഉള്ള അംഗീകാരം, വില എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്ന് പറയുന്നത് ആ വില ഇത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞത്, ഇത് തീരുമാനം എടുക്കുന്നത് വളരെ സെൻസിറ്റീവാണ്, വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വേദനാജനകമാണ്. പക്ഷേ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അതുകൊണ്ട് ഒരു ജീവൻ, കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ചാരിറ്റി ഇതാണ്. നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഏറ്റവും ഫ്രീ ആയിട്ട് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഫ്രീ ആയിട്ട് ഒരു നഷ്ടമില്ല നമുക്ക്, മനസ്സിലായി. നമ്മുടെ മകൻ മരിച്ചു, അമ്മ മരിച്ചു, ചേട്ടൻ മരിച്ചു, ചേച്ചി മരിച്ചു, ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, ആര് മരിച്ചാലും ശരി, നിങ്ങളൊരു ഡിസിഷൻ, ഞാൻ പറഞ്ഞില്ല സെൻസിറ്റീവ് എളുപ്പമല്ല, തീരുമാനം എടുക്കാൻ എളുപ്പമല്ല. പക്ഷേ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെടുന്നത് അനേകം ജീവിതങ്ങളാണ്. നമുക്ക് ഒരു പൈസയും ചിലവില്ല, ഇതിനകത്ത് നമുക്ക് ഒരു ഓപ്പറേഷൻ ഒരു ചിലവില്ല, ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട്. കാര്യം ഞാൻ ഈ തീരുമാനം മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നുള്ള എല്ലാ നോബൽ സാറും ടീമും ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും ചെറിയ സമയം കൊണ്ടാണ് ഇവരെല്ലാം ഇത് ഓർഗനൈസ് ചെയ്തത്. എനിക്ക് ഒരു വേദന പോലും ഉണ്ടായില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ സമാധാനം, എന്നെ വളരെ സേഫായിട്ട് അവർ എന്നെ, മകനെ ഉൾപ്പെടെ തിരിച്ച് ഞങ്ങളെ അവിടെ നിന്ന് രാജഗിരിയിൽ നിന്ന് കയറ്റി വിടുന്നത് വരെ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ട്, ഇപ്പോഴും ഞങ്ങൾ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ഏറ്റവും പറഞ്ഞാൽ മതി, ഒരാൾ 3 പേരുടെ ജീവൻ രക്ഷിക്കുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് ദൈവികമാണ്. നിങ്ങൾക്ക് ആർക്കും അല്ലാതൊരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആർക്കും ജീവൻ കൊടുക്കാനോ എടുക്കാനോ അധികാരമില്ല. പക്ഷേ നമുക്ക് രക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ അതാരും നഷ്ടപ്പെടുത്തരുത്. വേറൊരാൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട്, എത്ര സെൻസിറ്റീവ് ആണെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് അവരടുത്ത് പോയി പറയണം, ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയണം. അവയവദാനം എന്ന് പറയുന്നത് മഹത്വമായ ഒരു കാര്യമാണ്. അത് ദൈവികമാണ്, ദൈവത്തിന് മാത്രം ചെയ്യുന്നതാണ്. ഇപ്പോൾ മനുഷ്യനൊരു അവസരം കിട്ടുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല ഇത്. മനസ്സിലായി? ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ശരി എനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റത്തില്ല. ഞാനൊരു വില്ലിങ്നെസ് കൊടുത്ത്, ഞാനൊരു ഡൊണേഷൻ ഒപ്പിട്ട് കൊടുത്താൽ തന്നെ ചിലപ്പോൾ ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ ഇത് ദൈവികമായിട്ട് ചില അവസരങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, നന്ദി, നമസ്കാരം.